ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ്. ക്യാപെക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, ഒരു കമ്പനി വളരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിയിൽ താല്പര്യം ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുള്ളൂ, കമ്പനി വലുതാവുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട്. നമ്മുടെ പഴയ ടെലിഗ്രാം ചാനൽ ചില ടെക്നിക്കൽ എറർ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിലുള്ള മെമ്പേഴ്സ് പുതിയ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതിലില്ലാത്ത മെമ്പേഴ്സിനും ജോയിൻ ചെയ്യാം. പുതിയ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഴയ ചാനലിൽ ഇനി അപ്ഡേഷൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം അതിലേക്ക് ഡേറ്റ എയർ ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ ചാനലിൽ അപ്ഡേഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് പുതിയ ചാനലിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന അലുമിനിയം കണ്ടക്ടേഴ്സും കേബിൾസും ഒക്കെയാണ്. ഈ കമ്പനി ജപ്പാനിലുള്ള ടോയോ അലുമിനിയം കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ സപ്പോർട്ട് കമ്പനിക്ക് ജപ്പാനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് പോർട്ട്ഫോളിയോ ഉള്ള കമ്പനിയാണ്. അലുമിനിയം പൗഡേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് എക്സ്പ്ലോസീവിന്, മൈനിങ്ങിലൊക്കെ മറ്റും എക്സ്പ്ലോസീവിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ അലുമിനിയം പൗഡർ പെസ്റ്റിസൈഡ്സിന് ഉപയോഗിക്കുന്നുണ്ട്. അത് അഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ഫയർ വർക്ക്സിന് ഉപയോഗിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലും ഒക്കെ ഈ അലുമിനിയം പൗഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പൗഡറിൻ്റെ പ്രധാന ക്ലയൻസ് UPL, ബിൽടെക്, നാഷണൽ ഇൻഡസ്ട്രീസ് കമ്പനി, JK ലക്ഷ്മി സിമെൻറ്റ്, ടോയൽ ഗ്രൂപ്പ്, അൾട്രാടെക് സിമെൻറ്റ്, മാജിക് റേറ്റ് എന്നീ കമ്പനികളാണ്. രണ്ടാമത് അലുമിനിയം ഫോയിൽസ് നിർമ്മിക്കുന്നു. നമുക്കറിയാം, ഫുഡ് പാക്കിങ്ങിനൊക്കെ അലുമിനിയം ഫോയിൽ വേൾഡ് വൈഡായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മരുന്നുകളുടെയൊക്കെ സ്ട്രിപ്പ് ഉണ്ടാക്കാനായിട്ടും ഈ അലുമിനിയം ഫോയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലിവരുടെ പ്രധാന ക്ലയൻറ്റ് ലോസൺ ഫാർമ, മാർസൻസ് ഫാർമ ലിമിറ്റഡ്, ടാബ്ലറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, സ്ട്രൈഡ്സ്, മൈക്രോ ലാബ്സ് ലിമിറ്റഡ്, സൺ ഫാർമ, കാഡില ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ കമ്പനികളാണ്. മൂന്നാമത്തെ പോർട്ട്ഫോളിയോ അലുമിനിയം കണ്ടക്ടേഴ്സ് ആൻഡ് കേബിൾസ് ആണ്. പവർ ട്രാൻസ്മിഷനും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കും റെയിൽവേ പ്രോജക്റ്റുകൾക്കും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്കും ഈ അലുമിനിയം കണ്ടക്ടേഴ്സും കേബിൾസും ഉപയോഗിക്കുന്നുണ്ട്. കമ്പനിക്ക് 100 ഏക്കറിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. അതിൽ 60 ഏക്കറാണ് കമ്പനി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാലൻസ് റിസർവ് വെച്ചിരിക്കുകയാണ് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. നമ്മൾ മെയിനായിട്ട് ഈ കമ്പനി നോട്ട് ചെയ്യാൻ കാരണം ക്യാപെക്സ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അതായത് കമ്പനി എന്തായാലും ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ കമ്പനി ആസൂത്രണം ചെയ്ത് കറക്റ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റഡിക്ക് എടുത്തത്. കമ്പനിക്ക് ഈ അലുമിനിയം കണ്ടക്ടേഴ്സും കേബിൾസിൻ്റെയും ഒക്കെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി 3 യൂണിറ്റായിട്ടാണുള്ളത്. ഒന്ന് ബാന്ദ്രയിൽ ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് നാഗ്പൂരിൽ, തേർഡ് യൂണിറ്റ് നാഗ്പൂരിലാണ്. ഇവരുടെ പ്രധാന ക്ലയൻസ് സോളാർ ഇൻഡസ്ട്രീസ്, അൾട്രാടെക്, HIL, ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ, UPL, ശ്രീ സിമെൻറ്റ്, JK ലക്ഷ്മി സിമെൻറ്റ്, സുമിറ്റോ കെമിക്കൽ, കാപ്ലിൻ പോയിൻറ്റ്, മാർസൻസ് ഫാർമ, അരബിന്ദോ ഫാർമ, സൺ ഫാർമ. ഇവരൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്ലയൻറ്റുകൾ. അതുപോലെ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ 86% സെയിലും എക്സ്പോർട്ട് മാർക്കറ്റിൽ 14% സെയിലും കമ്പനിക്കുണ്ട്. അലുമിനിയം പൗഡേഴ്സിൽ കമ്പനി 69% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അലുമിനിയം ഫോയിൽസിൽ 18% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അലുമിനിയം കണ്ടക്ടേഴ്സ് ആൻഡ് കേബിൾസിൽ 12% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ പ്ലാൻസ് നോക്കാം. അലുമിനിയം പൗഡറിൻ്റെ കപ്പാസിറ്റി 2500 മെട്രിക് ടൺ പെർ ആനമായിട്ട് ഉയർത്താൻ കമ്പനി പ്ലാൻ ചെയ്യുന്നു. 2025 Q4 ഫേസ് 3 പ്ലാന്റ് കമ്മീഷൻ ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതോടുകൂടി ഈ ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തും. അതുപോലെ അലുമിനിയം കണ്ടക്ടേഴ്സ് ആൻഡ് കേബിൾസ് കപ്പാസിറ്റി 1200 മെട്രിക് ടൺ പെർ ആനം ത്തിലേക്ക് ഉയർത്താനായിട്ട് കമ്പനി പ്ലാൻ ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. 2026 പകുതിയോട് കൂടിയിട്ട് ഈ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബെൽജിയത്തിലുള്ള AVL കമ്പനിയുമായിട്ട് കമ്പനി പാർട്ട്ണർഷിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ആ രാജ്യത്തിലേക്ക് എക്സ്പോർട്ടിന് കൂടുതൽ സഹായിക്കും. അതുപോലെ നമ്മുടെ ISROയുമായിട്ട് കമ്പനിക്ക് ടൈപ്പ് ഉണ്ട്. ഹൈ ക്വാളിറ്റി അലുമിനിയം പൗഡേഴ്സ് നമ്മുടെ ISROയ്ക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് റോക്കറ്റ് പ്രൊപ്പലൻറ്റിലും അതുപോലെ നമ്മുടെ സ്പേസ് പ്രോഗ്രാമുകൾക്കുള്ള റോക്കറ്റുകൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ക്യാപെക്സ് പ്ലാനിൽ 85-90 കോടി അടുത്ത 2-3 വർഷത്തിനുള്ളിൽ നമ്മുടെ ബാന്ദ്ര യൂണിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാപെക്സ് പ്ലാൻസ്.
കമ്പനിയുടെ പേര് ഓൾറെഡി നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കാണും. MMP ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 763 കോടി മാത്രം മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒരു ചെറിയ കമ്പനിയാണിത്. ഇപ്പോഴത്തെ പ്രൈസ് 300 രൂപയാണ്. സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് 19.6ഉം ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 23.4ഉമാണ്. അത് വെച്ച് നോക്കുമ്പോൾ കമ്പനി ഒരു അണ്ടർ വാല്യൂഡ് ആണ് എന്ന് പറയാൻ പറ്റും. ബുക്ക് വാല്യൂ 127ആണ്. അതും ഇപ്പോഴത്തെ പ്രൈസും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഹൈ വാല്യുവേഷൻ അല്ല കമ്പനി എന്നും കാണാൻ പറ്റും. ഡിവിഡൻഡ് ഈൽഡ് 0.50 ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 74.5% വളരെ നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ്. ROCE 14.2%, ROE 12.7%. 156 കോടിയുടെ ഡെപ്റ്റ് ഉണ്ട്. കാരണം കമ്പനിക്ക് ഡെപ്റ്റ് ആവശ്യമുണ്ട്. കമ്പനി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കാം. അത് 0.48 ആണ്. അത് വെച്ച് നോക്കുമ്പോൾ മാനേജ് ചെയ്യാവുന്ന ഡെപ്റ്റ് മാത്രമേ കമ്പനിക്കുള്ളൂ. നമുക്ക് ഇയർ ഓൺ ഇയർ സെയിൽസ് നോക്കാം. നല്ല രീതിയിൽ അത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2015 157 കോടിയാണ് ഒരു വർഷത്തെ സെയിലെങ്കിൽ. ഈ കഴിഞ്ഞ മാർച്ചിൽ വരുമ്പോൾ 2025 മാർച്ചിൽ വരുമ്പോൾ അതിൻ്റെ സെയിൽ 692 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇത് കൺസിസ്റ്റൻ്റായിട്ട് ഉയരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. പ്രോഫിറ്റിലേക്ക് വരാം. പ്രോഫിറ്റ് നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. എല്ലാ വർഷവും പ്രോഫിറ്റ് ജനറേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ലാസ്റ്റ് വർഷം ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ്, അതായത് ഈ മാർച്ച് 2025 കേട്ടോ, ആ ഒരു വർഷത്തെ പ്രോഫിറ്റ് 39 കോടിയാണ്. എന്നാൽ 2015 ഇത് 4 കോടിയായിരുന്നു. സെയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോയും കാര്യങ്ങളും പോസിറ്റീവാണ്. ഡെപ്റ്റേഴ്സ് ഡേയ്സും മറ്റും അധികമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല. FIS, അതായത് പ്രൊമോട്ടർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്, 74.48%. പിന്നെ FIS 0.02%. DIS ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കമ്പനീനെ പറ്റിയിട്ട്. ഒരിക്കലും ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. കാരണം ചെറിയ കമ്പനിയാണ്, എന്നാൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. നമുക്കിവിടെ ക്യാപെക്സ് മാറ്റി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. 15 കോടി, 27 കോടി, 28 കോടി. 2025 മാർച്ചിൽ 28 കോടി, ഏറ്റവും കൂടുതൽ മാറ്റി വെച്ചേക്കുന്ന അന്നാണ്. അതിന് മുമ്പ് ഒരു 29 കോടി 2021 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും അത് ക്യാപെക്സ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. കമ്പനി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ കമ്പനിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ കമ്പനിയിൽ കാണും. ഷെയർ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകാം. നല്ല രീതിയിൽ തന്നെ വോളറ്റൈലായിരിക്കാം. പിന്നെ ഇതൊരു ഭയങ്കരമായിട്ടൊക്കെ വന്ന് ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഈ വോളറ്റാലിറ്റിയൊക്കെ കുറച്ച് നിൽക്കുക കേട്ടോ. എന്തായാലും നിങ്ങളുടേതായ രീതിയിൽ സ്റ്റഡി ചെയ്യുക, ഉചിതമായ ഡിസിഷൻസ് എടുക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി കണ്ടപ്പോൾ അത് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പുതിയ ചാനലാണ്, അപ്ഡേഷൻസും കാര്യങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. വ്യൂവേഴ്സ് എല്ലാവരും അതിൽ ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.